കുടികിടപ്പ്. ഈ പിന്നെ നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം, ഇത്തരം ഇല്ലങ്ങൾക്കും ഇത്തരം ആളുകൾക്കും ഈ ആകാശത്തുനിന്ന് ഭൂമി കെട്ടിയിറക്കി കൊടുത്തൊന്നുമല്ല, അല്ലെങ്കിൽ അവർ പണിയെടുത്ത് വാങ്ങിയൊന്നുമല്ല. ഇതൊരു സാങ്കല്പിക അധികാരമാണ്. നിങ്ങൾ അത് മനസ്സിലാക്കണം. അല്ലാതെ ഇത് ഇവരുടെ ആണെന്ന് ഇപ്പൊ ഞാനിവിടെ എന്റെ ഈ ഹാൾ എന്റെ ആണെന്ന് പറഞ്ഞ പോലെ എനിക്ക് ആധാര പട്ടയൊന്നുമില്ല. ഇതൊരു സങ്കല്പമാണ്. ഉണ്ടെങ്കിൽ അവരുടെ ആയിരിക്കും എന്നൊരു സങ്കല്പം മാത്രമാണ്. അപ്പൊ അവിടെ കൃഷി ചെയ്ത് വീട് വെച്ച് താമസിക്കുന്ന ജഗതിയുടെ ഒരു കഥാപാത്രത്തെ കൊണ്ടുപോയി കൊല്ലാൻ നോക്കുന്നു. ഞാൻ ഏറ്റവും ഭീകരമായൊരു കാര്യം, ഈ കൊലപാതകം തൻ്റെ കാമുകിയായ രാധയോട് പറയുമ്പോൾ രാധ പൊട്ടിച്ചിരിക്കുകയാണ്. അതൊരു കൊലച്ചിരിയല്ലേ? അതിന്റെ തമാശ ഉണ്ട് അതിനകത്ത്. അതിനെ തന്നെ ഞാൻ വിശദമായിട്ട് എഴുതിയൊരു കാര്യമുണ്ട്. അതിൽ നമ്മൾ ക്ലാര എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. പ്രണയത്തിന്റെ മൂർത്തിമത് ഭാവമാണെന്നൊക്കെ പറയുന്ന സുമലത അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. പക്ഷേ ഒരേ ഭാഗത്ത് കുലസ്ത്രീയായ രാധയും മറുഭാഗത്ത് ലാറ്റിൻ ക്രൈസ്തവ പെണ്ണായ ക്ലാരയുമാണ് വരുന്നത്. നിങ്ങളോർക്ക് എവിടെ നിന്നാണ് ഈ ലാറ്റിൻ ക്രൈസ്തവം എന്നുള്ള സാധനം ഞാൻ കണ്ടുപിടിച്ചത്. അതിനകത്ത് മറ്റേ ഒന്നാം രാഗംപാടി എന്നുള്ള മറ്റേ കടലിൽ പോകുന്ന ഒരു രംഗം ആ സിനിമയിലുണ്ട്. മേഘം പൂത്തു തുടങ്ങി എന്നുള്ള ആ പാട്ടാണ് ഞാൻ ഓർക്കുന്നില്ല. കടലിൽ പോയിട്ട് വരുന്നൊരു പാട്ടില്ലേ, മേഘം പൂത്തു തുടങ്ങി മേദിനെ കേട്ടു നെഞ്ചിൽ പുതിയൊരു രാഗം ആ പാട്ടില്ലേ. അതിനു മുമ്പ് അവര് ഈ വെള്ളത്തിൽ ഇങ്ങനെ രണ്ടുപേരും കൂടി ഉടലൊരുമി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ക്ലാരയെ മാരി ചെയ്തിട്ട് നോക്കിയപ്പോൾ പറയും, അതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം എന്ന് പറയും. നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കടലിൽ പോകണം. കടലിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വേണം. എന്തെങ്കിലും മതിയോ? വലയിൽ എന്തെങ്കിലും ഉണ്ടാവണം, നിറയെ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു കാര്യവും അവൾ എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ തീരദേശത്ത് മതം സ്വീകരിച്ച ഒരു ലാറ്റിൻ ക്രൈസ്തവ അസ്തിത്വമാണ് ഈ ക്ലാരയ്ക്ക് കൊടുത്തിട്ടുള്ളത്. മറ്റത് തറവാട്ടിൽ നിന്ന് വരുന്നു പാർവതി അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഇവർ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഈ മണ്ണാർതൊടി ജയേഷനെ ക്ലാരയിൽ നിന്ന് അടർത്തി മാറ്റി രാധയിൽ ചേർക്കുന്ന ഒരു ആചാര സംരക്ഷണ സിനിമയാണ് ഈ പറയുന്ന തൂവാനത്തുമ്പികൾ. പക്ഷെ നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ പറയുന്നത് ഭയങ്കര ഉദാത്തമായ പ്രണയത്തിന്റെ, അല്ലെങ്കിൽ ക്ലാര വരുമ്പോഴെല്ലാം മഴയായിരുന്നു എന്നൊക്കെ പറയുന്നു വലിയ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു ഫ്യൂഡൽ ഭാവന. അതായത് നവോത്ഥാനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് അവർ കരുതുന്ന അവരുടെ ഒരു ഫ്യൂഡൽ സവർണ പുരുഷന്റെ ഒരു വല്ലാത്തൊരു ഭാവനയുടെ ലോകം പിന്നീടുള്ള മലയാള സിനിമകളെല്ലാം ഇതേ തുടർന്ന് ഉണ്ടാക്കി വെക്കുന്നു നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. മണ്ണാർതൊടി ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പലതരം ലോകങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനകത്ത് പോകുന്നില്ല. ഏതായാലും ഈ ശോഭനയുടെ കഥാപാത്രം തിരിച്ചു വരുമ്പോ കവിയൂർ പൊന്നമ്മയാണ് അവരുടെ അമ്മ. അപ്പൊ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുമ്പോ ഇവളുടെ പേരൊന്നും അറിയണ്ടോ, എന്താ എന്റെ ജാതി എന്നാ ചോദിക്കുന്നത്. അപ്പോ നമ്മുടെ ജാതി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജാതി തന്നെയാണോ എന്നതിനുള്ള കൺഫ്യൂഷൻ വരികയും കണ്ട ഒരു ഐശ്വര്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന രംഗമുണ്ട്. ഇങ്ങനെ ജാതീയതയെ എല്ലാ തരത്തിലും കൊണ്ടുപോകുന്ന സിനിമാ രീതി നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ വേറൊരു വേർഷനാണ് ഈ കൊച്ചുവാവ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ. എന്താ മറ്റേ തിലകന്റെ കാട്ടുകുതിര എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവർ ഇവിടെ ഉണ്ടാവുമായിരിക്കും. ആ സിനിമയിൽ നമ്മൾ ഈ കഥയെക്കുറിച്ച് ഈ പ്രോപ്പിന്റെ ഒരു നിരീക്ഷണമുണ്ട്. കഥ എന്താണ് കഥയെക്കുറിച്ചൊരു പ്രോപ്പിന്റെ നിരീക്ഷണം. കഥ എന്ന് പറഞ്ഞാൽ ന്യൂനത്തിൽ നിന്നും അധികത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ഇപ്പോൾ രാജകുമാരനും രാജകുമാരിക്കും മക്കളില്ല, അല്ലേ? അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളില്ല. മക്കൾ ഉണ്ടാവണം. ഉണ്ടായിക്കഴിഞ്ഞാൽ കഥ തീരും. അതായത് ന്യൂനത്തിൽ നിന്നും അധികത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രക്രിയയാണ് കഥ. പക്ഷെ നിങ്ങൾ ഈ കഥ നോക്കുക, ഈ കാട്ടുകുതിര നോക്കുക. കാട്ടുകുതിരയില് വലിയൊരു കോവിലകത്തെ ചെത്തുകാരനായിട്ടാണ് ശ്രീരാമൻ അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം വരുന്നത്. ശ്രീരാമൻ ഇങ്ങനെ കള്ളി എത്തുമ്പോൾ തമ്പുരാട്ടി കുളത്തിൽ കുളിക്കുന്നുണ്ട്. അവിടെ അവനിങ്ങനെ പലതരത്തിൽ വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വൃദ്ധനായ ഒരു നമ്പൂതിരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ
അവളുടെ ഒരു ലൈംഗിക ചോദനയിൽ നിന്നുകൊണ്ട് ഈ പുരുഷനോട് അവൾക്ക് അടുപ്പം തോന്നുന്നുണ്ട്. പലയിടത്ത് വെച്ച് അവർ കാണുന്നുണ്ട്. ഏതായാലും രാത്രി വരാൻ പറയുന്നു. ഈ ശ്രീരാമൻ അവതരിപ്പിക്കുന്ന ഈഴവ കഥാപാത്രം, ചെത്തുകാരനായ ഈഴവ കഥാപാത്രം ആ വീട്ടിൽ ചെല്ലുന്നു. അവർ തമ്മിൽ സംഭവത്തിൽ ഏർപ്പെടുമ്പോൾ നമ്പൂതിരിമാർ വന്ന് വെട്ടിക്കൊന്ന് മുറ്റത്തിടുന്ന് ഓലയൊക്കിട്ട് മൂടിയ ശവശരീരം കാണുന്ന കൊച്ചുവാവയാണ് വളർന്ന് തിലകന്റെ കഥാപാത്രമായി മാറുന്നത്. പിന്നെ അതിനകത്ത് ചിത്രം വരച്ചാണ് ഈ സിനിമ പോകുന്നത്. അതായത് ആദ്യം തന്നെ കള്ളി എത്തുന്നു, ഷാപ്പ് തുടങ്ങുന്നു, മാറ്റ് നടത്തുന്നു. പിന്നെ പലതരത്തിൽ ഈ ഈഴവ സമ്പത്ത് വർദ്ധിക്കുന്നത് മാറ്റുചാരായം പറ്റിയിട്ടാണ് ഈ കഥ പറയാൻ ശ്രമിക്കുന്നത്. അത് പച്ചയെന്ന് പറഞ്ഞത് അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല. അത് വളരെ ചെറിയ ഒരു വിഭാഗത്തിൽ മാത്രം ചിലപ്പോൾ ഒരുപക്ഷെ പറ്റിയിട്ടുണ്ടാകും. അതൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ സമ്പത്ത് ഉണ്ടായി കോവിലകം കൊച്ചുവാവ വിലക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നു. അവിടെ ചാരായം മാറ്റാൻ തീരുമാനിക്കുന്നു. അപ്പോ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ പറ്റും? ഈ പ്രതിസന്ധിയെ മറികടക്കുന്നത് പ്രേമം കൊണ്ടാണ്. അതും ആദ്യം ചെയ്ത അതേ ആയുധം തന്നെ ഇവിടെ പ്രയോഗിക്കുന്നത്. ഈ തറവാട്ടിലെ തമ്പുരാട്ടിക്കുട്ടി കൊച്ചുവാവയുടെ മകനായ വിനീതിന്റെ കഥാപാത്രത്തെ പ്രണയിക്കുന്നു. അവർ തമ്മിൽ ഭയങ്കര പ്രശ്നമാവുന്നു. ഈ അപ്പനും മകനും തമ്മിൽ ഇടിയും ബഹളമൊക്കെ ആവുന്നു. ഏതായാലും ആ സിനിമ അവസാനിക്കുമ്പോൾ കൊച്ചുവാവയുടെ മകൻ കോവിലകത്ത് തൂങ്ങിച്ചത്തതായിട്ടാണ് കഥ തീരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പറയാം. ഒരു കഥയുടെ മോട്ടീവ് എപ്പോഴും കൊച്ചുവാവയുടെ അച്ഛൻ മരിച്ച കാഴ്ച കണ്ടുകൊണ്ട് ആ കഥ മുന്നോട്ട് പോയെങ്കിൽ, മൊത്തത്തിലുണ്ടായ കഥകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അവിടെ വിജയത്തിലാണ് ആ കഥ എത്തേണ്ടത്. പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു അവർണ കഥാപാത്രമായത്, അയാൾ കഥ തുടങ്ങുമ്പോഴും തോക്കുകയാണ്, കഥ തീരുമ്പോഴും തോക്കുകയാണ്. അയാളുടെ എല്ലാ സ്വത്തും അയാളുടെ മകനും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് വീണ്ടും പൂജ്യത്തിൽ ആരംഭിച്ച കഥ പൂജ്യത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു ലോകമുണ്ട്. ഈഴവ കമ്മ്യൂണിറ്റി അവതരിപ്പിക്കുന്ന മിക്കവാറും കഥകളിൽ ഇത്തരം പ്രശ്നമുണ്ട്. പക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ അന്തസ്സായിട്ട് ചെയ്തൊരു കഥ പത്തേമാരിയാണ്. നിങ്ങൾ പത്തേമാരി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിനകത്ത് ഈഴവരാണ് ഈ കഥാപാത്രം എന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടെന്ന് ഒഴിച്ചാൽ ഞാൻ ഈഴവനാണെന്നോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ എങ്കിലും നോർമലായി ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ കാലത്തും എല്ലാ കഥയിലും ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള ഈ ഒരു രണ്ട് തരം വേർതിരിവ്, അല്ലെങ്കിൽ ഈഴവർ സ്വത്ത് മുഴുവൻ കൈവശപ്പെടുത്തി എന്ന് പറയുന്നൊരു തെറ്റായ നറേഷൻ മലയാള സിനിമ കൊണ്ടുവരുന്നുണ്ട്. ഈ കഥ, ഈ രീതിശാസ്ത്രം അല്പം മുന്നോട്ട് പോകുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് സവർണ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾ വാങ്ങിയെടുത്തു എന്ന് പറയുന്ന നറേഷനിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ അതിനകത്ത് പുള്ളിയുടെ ഈ തെമ്മാടിത്തരങ്ങളെ കൊണ്ട് സ്വത്തെല്ലാം നഷ്ടപ്പെട്ടിട്ട് അവസാനം ഭൂമി വാങ്ങാൻ വേണ്ടി വരുന്ന ഈ കഥാപാത്രത്തെ നോക്കിയിട്ട്, ഇപ്പൊ നമ്മുടെ വീട്ടിൽ സ്ഥലം വാങ്ങാൻ വരുന്ന ഒരു കഥാപാത്രം നോക്കിയിട്ട് ഇവന്റെ ബാപ്പായ ഈ മുറ്റത്ത് കെട്ടിയിട്ട് അടയ്ക്കാൻ മോഷിച്ച് തല്ലിയിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞിട്ടാണ് ഈ സ്ഥലം വിൽക്കുന്നത്. അപ്പൊ ഭൂമി മുഴുവൻ വാങ്ങിയെടുക്കുന്നു എന്ന് പറയുന്ന ഒരു നറേഷനിലേക്ക് ഈ സിനിമ പോകുന്നത് കാണാം. ഒരുപാട് കാര്യങ്ങൾ ഞാനത് എൻ്റെ ഒരു മൊത്തത്തിൽ സമയം അതിക്രമിക്കുന്ന ഒരുപാട് കാര്യം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, മലയാള സിനിമ ആത്യന്തികമായി നവോത്ഥാനം മുന്നോട്ട് വെച്ച ഒരു ലോകക്രമത്തെ പിന്നോട്ടടിക്കുകയും അത് ഈ കോവിലങ്ങൾ പുനഃസ്ഥാപിക്കുക, അമ്പലങ്ങൾ നടത്തിയെടുക്കുക, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ആണെങ്കിൽ തന്നെ അയാൾ ഒരു മാടമ്പി മാർക്സിസ്റ്റ് ആയിരിക്കുക, ഇങ്ങനെ എല്ലാ തരത്തിലും ഈ ഒരു മഹാലോകം. നിങ്ങൾ ഈ മാടമ്പി മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയ തലമുറ കുറച്ച് പേർക്ക് അറിയേണ്ടി തട്ടത്തിൻ മറയത്ത് ഓം ശാന്തി ഓശാന 2 സിനിമയിലെ നിവിൻ പോളിയുടെ കഥാപാത്രത്തെ നോക്കിയാൽ മതി. നായരാണ്, മാതൃഭൂമി വായിക്കും, മാർക്സിസ്റ്റാണ്. ഇതൊരു നായക സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത്. ബാക്കി മനുഷ്യരല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ എല്ലാ കാമനകളും ചെന്ന് നിൽക്കേണ്ടത് ഇത്തരം ഒരു വരേണ്യ പുരുഷ സൗന്ദര്യത്തിലാണ് എന്ന തരത്തിലേക്ക് സിനിമ മാറുന്നു. എന്തിന് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിൽ വരുമ്പോഴേക്കും ഒരു പെണ്ണിനെ ചൂണ്ടിയിട്ട് ആക്ഷൻ ഹീറോ ബിജു 2-3 അടി കൊടുത്തിട്ട്, ഒരടി നീ അന്യന്റെ ഭാര്യയെ പ്രേമിച്ചത്, 2 ഇതുപോലൊരു സാധനത്തിനെ പ്രേമിച്ചതിന് എന്ന് പറയുമ്പോൾ കറുത്ത് തടിച്ചൊരു പെണ്ണിനെ കാണിക്കുകയാണ്. സെൻസർ ബോർഡിനൊക്കെ എന്താണ് പണി എന്ന് ചോദിക്കണം. സെൻസർ ബോർഡിന് എന്താണ് പണി?
ഇതുപോലെ ഒരുത്തിയെ പ്രേമിച്ചതിനാണ് ഈ അടി എന്ന് പറയും. ബിജു പൗലോസിന്റെ കുടുംബം മാത്രം ഡീസന്റ്, ആ സിനിമയിലുള്ള മുഴുവൻ ആളുകളും അപരങ്ങൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരും കൊള്ളക്കാരും കൊലപാതകികളും ആണെന്ന് ഇങ്ങനെ നിരന്തരം സ്ഥാപിച്ച് കോളനിയെ കുറിച്ച് മോശം ചിന്ത, സ്ത്രീകളെ കുറിച്ച് മോശം ചിന്ത, അവർണ വിഭാഗങ്ങളെ കുറിച്ച് മോശം ചിന്ത, ഇതെല്ലാം നവോത്ഥാനത്തിന് മുമ്പ് കേരളത്തിലുണ്ടായ പ്രക്രിയയാണ്. ഈ പ്രക്രിയയെ അതേപടി തിരിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്നോട്ടടിക്കുന്ന ഒരു പരിപാടിയാണ് കാലങ്ങളായിട്ട്. ഇപ്പൊ ഉദയനാനന്ദാർ എന്നുള്ള സിനിമ നോക്കിയാൽ അറിയാം, കള്ളനും കുള്ളനും മോശക്കാരനുമായ ശ്രീനിവാസൻ അല്ല മോഹൻലാൽ തന്നെയാണ് താരം എന്ന് പറയുന്ന അത്തരം സിനിമകളൊക്കെ ഞാൻ അങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ സമയം അതിക്രമിച്ചു, ചുരുക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നത്, അതുകൊണ്ട് മാത്രം നിങ്ങളുടെ സംശയങ്ങളോ ഇതുണ്ടെങ്കിൽ പറയാം. ഏതായാലും മലയാള സിനിമ ഉണ്ടാക്കി വെച്ച സാംസ്കാരിക ജീവിതം നമ്മുടെ ജീവിതക്രമങ്ങളെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല എന്ന് അതിനെ സൂക്ഷ്മമായി വായിക്കുന്ന ആർക്കും പറയാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.